ഡിസംബർ 18, 2022 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം ഒരു പൊതുചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ദിവസം. 1986 ഡിയാഗോ മറഡോണ മെക്സിക്കോയിൽ ഉയർത്തിയ ആ കനക കിരീടം വീണ്ടും ബ്യൂണസ് ആയർസിലേക്ക് എത്താൻ 3.5 പതിറ്റാണ്ടുകൾ വേണ്ടിവന്നു. 36 വർഷങ്ങളുടെ കാത്തിരിപ്പ് അതിൽ വെറും കാത്തിരിപ്പായിരുന്നില്ല. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അതിജീവിച്ച ഒരു കഥന കഥ തന്നെ ആ 3.5 പതിറ്റാണ്ടിന് പറയാനുണ്ടായിരുന്നു. 2014 കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടുത്തിയ കിരീടം ആ കാത്തിരിപ്പിന്റെയും വേദനയുടെയും ആഴം കൂട്ടി. എന്നാൽ ചരിത്രത്തിന്റെ അനിവാര്യമായ പൂർണ്ണതയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള നിയോഗം ഖത്തറിനായിരുന്നു. 36 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് അർജന്റീന വീണ്ടും ലോകത്തിന് നെറുകയിലെത്തിയിട്ട് ഇന്നേക്ക് 3 വയസ്സ്. ആദ്യ മത്സരത്തിൽ ദുർബലരായ സൗദിയോട് തോറ്റതോടെ അർജന്റീന പഴയ അർജന്റീന തന്നെയെന്ന് എല്ലാവരും വിധിയെഴുതി. വലിയ വേദികളിൽ സ്ഥിരമായി കാലിടുന്ന പാരമ്പര്യം ഖത്തറിലും തുടരുമോ എന്ന് കടുത്ത അർജന്റീനൻ ആരാധകർ വരെ ആശങ്കപ്പെട്ടു. മെക്സിക്കോക്കെതിരെയുള്ള 2ാം മത്സരം തോറ്റാൽ പുറത്തേക്ക്. ശ്വാസമടക്കി പിടിച്ച 60 മിനിറ്റുകൾ. ഒടുവിൽ ഡിമരിയ നൽകിയ പന്ത് സ്വീകരിച്ച് ബോക്സിന് പുറത്തു നിന്നും മെസ്സി തൊടുത്ത ആ ഇടംകാലൻ ഷോട്ട് ഗില്ലർമോ ഒച്ചാവയെ മറികടന്ന് പന്ത് വലയിലേക്ക് തുളഞ്ഞു കയറിയപ്പോൾ ലോകം ആർത്തലച്ചു. അർജന്റീനക്ക് ലോകകപ്പ് നേടിക്കൊടുത്തത് ആ ഗോളാണെന്ന് വരെ ചില ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിലയിരുത്തി. അതിന് കാരണവും ഉണ്ടായിരുന്നു. ആ ഗോളിന് ശേഷം അർജന്റീന അടിമുടി മാറി. ഒരു ഗോൾ കൂടെ നേടി മെക്സിക്കോയെ തകർത്തു. അടുത്ത മത്സരത്തിൽ പോളണ്ടിനെയും തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നോട്ട്. ആത്മവിശ്വാസം വീണ്ടെടുത്ത മെസ്സിയും യുവതാരങ്ങളും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയയെ മറികടന്ന് ക്വാർട്ടറിലേക്ക്. അവിടെ നദാനാക്കയെ നട്മം ചെയ്ത് നാവൽ മുളിനക്ക് മെസ്സി നൽകിയ അസിസ്റ്റ് ലോകം ശ്വാസമടക്കി പിടിച്ചാണ് കണ്ടത്. അനായാസ ജയം എന്ന് കരുതിയിരിക്കെ അവസാന നിമിഷം നെതർലൻഡ്സിന്റെ തിരിച്ചുവരവ്. ഒടുവിൽ രക്ഷകന്റെ വേഷമണിഞ്ഞ് എമിലിയാനോ മാർട്ടിനസിന്റെ രംഗപ്രവേശം. സെമിഫൈനലിൽ ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയെ 3 ഗോളിന് തകർത്ത് വീണ്ടും ഒരു ഫൈനലിലേക്ക്. ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായ ഗാർഡിയോളിനെ വട്ടം കറക്കി മെസ്സിയുടെ അസിസ്റ്റും ഹൂലിയൻ ആൽവാരസിന്റെ ഡബിൾ ഗോളുകളും അർജന്റീനയുടെ വിജയം അനായാസമാക്കി. അങ്ങനെ കാത്തിരുന്ന ആ ദിവസമെത്തി. 2022 ഡിസംബർ 18. ഒരു വശത്ത് കിരീടം നിലനിർത്താൻ വന്ന ഫ്രഞ്ച് പടയും മറുവശത്ത് ലോകകപ്പ് എന്ന സ്വപ്നത്തിനായി ജീവൻ നൽകാൻ തയ്യാറായി വന്ന അർജന്റീനിയൻ പോരാളികളും. ലുസൈൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 10,000-ങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കളിയുടെ തുടക്കം തന്നെ അർജന്റീന ലീഡെടുത്തു. 23-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ശാന്തനായി വലയിലെത്തിച്ച് മെസ്സി തുടക്കമിട്ടു. പിന്നാലെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ടീം ഗോളിലൂടെ ഏഞ്ചൽ ഡി മരിയ ലീഡ് 2 ഉയർത്തി. അർജന്റീന കിരീടം ഉറപ്പിച്ചു എന്ന് ലോകം കരുതിയ നിമിഷം. എന്നാൽ 80-ാം മിനിറ്റിൽ കഥ മാറി. വെറും 97 സെക്കൻഡുകൾക്കിടയിൽ കിലിയൻ എംബാപ്പെ എന്ന കൊടുങ്കാറ്റ് 2 വട്ടം അർജന്റീനിയൻ ഗോൾ പോസ്റ്റിൽ വീശിയടിച്ചു. സ്റ്റേഡിയം നിശബ്ദമായി. അർജന്റീനയുടെ നെഞ്ചിലൂടെ ആദി പടർന്നു. മത്സരം അധിക സമയത്തേക്ക്. അധിക സമയത്ത് 108-ാം മിനിറ്റിൽ മെസ്സി വീണ്ടും അർജന്റീനയെ മുന്നിലെത്തിച്ചു. ഗാലറി വീണ്ടും ഇളകി മറിഞ്ഞു. പക്ഷേ വിധിക്ക് മറ്റു ചിലത് കൂടി ബാക്കിയുണ്ടായിരുന്നു. കളി തീരാൻ മിനിറ്റുകൾ ശേഷിക്കെ എംബാപ്പയ്ക്ക് വീണ്ടും പെനാൽറ്റി ലഭിക്കുന്നു. സ്കോർ 3-3. കളിയുടെ അവസാന നിമിഷം ഫ്രാൻസിന്റെ കോളോ മുവാനി ഗോളി മാത്രം മുന്നിൽ നിൽക്കെ തൊടുത്ത ഒരു ഷോട്ട്. ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകരുടെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി കാണണം. എന്നാൽ തന്റെ ഇടതുകാൽ നീട്ടി എമിലിയാനോ മാർട്ടിനസ് നടത്തിയ ആ അവിശ്വസനീയമായ സേവ് അർജന്റീനയെ മരണവക്രത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്നു. ഒടുവിൽ വിധി നിശ്ചയിക്കാൻ ഷൂട്ടൌട്ട് വേണ്ടിവന്നു. അവിടെയും എമിലിയാനോ മാർട്ടിനസ് എന്ന കാവൽ മാലാക അർജന്റീനയുടെ രക്ഷക്കെത്തി. അവസാനം ഗോൺസാലോ മോണ്ടിലിന്റെ പെനൽറ്റി കിക്ക് ഹ്യൂഗോ ലോറിസിനെ കീഴടക്കി വലയിൽ ചുംബിക്കുമ്പോൾ ഒരു ജനതയുടെ 36 വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിക്കുകയായിരുന്നു.
പന്ത് വലയിൽ തൊട്ട സെക്കൻഡിൽ ലുസൈൽ സ്റ്റേഡിയം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. 36 വർഷത്തെ കാത്തിരിപ്പിന്റെ ഭാരം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. അർജന്റീനയിലെ ബ്യൂണസ് ആയർസ് മുതൽ ഇങ്ങ് കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങളിൽ വരെ ആവേശത്തിന്റെ ഊത്തിരി ഉയർന്നു. അന്ന് ലുസൈലിൽ തോറ്റത് ഫ്രാൻസ് ആയിരുന്നില്ല, മറിച്ച് മെസ്സി എന്ന ഇതിഹാസത്തിന് മുന്നിൽ വിധി തോറ്റുപോയതാണ്. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ കനക കിരീടം മെസ്സിയുടെ കൈകളിലിരിക്കുമ്പോൾ ഫുട്ബോൾ എന്ന കളി പൂർണ്ണമാവുകയായിരുന്നു. ആരാധകർക്ക് അത് വെറുമൊരു കിരീടമായിരുന്നില്ല, അതൊരു പ്രായശ്ചിത്തമായിരുന്നു. കരിയറിലെ വേദനകൾക്കെല്ലാം കാലം കാത്തുവച്ച മധുര പ്രതികാരം.